ധന്യ, ഈ വായനാ ദിനത്തിൽ ശരിക്കും ഹീറോയും ലെജൻഡൊക്കെ ആരാ ധന്യ? അത് വായന ഇഷ്ടപ്പെടുന്നവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും എഴുതുന്നവരും അവരൊക്കെ അല്ലേ. എനിക്കൊന്നും വായിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. വലിയ വായനാ ശീലത്തിൻ്റെ കുറവൊക്കെ എൻ്റെ പല വാർത്തകളിലും ഉണ്ട് എന്നുള്ളത് പലരും അഭിപ്രായം പറയാറുണ്ട്. ശരിയാണ്, അതുകൊണ്ട് ഞാനതിൽ അവരെ കുറ്റം പറയാറില്ല. വായനാ ദിനത്തിൽ ഈ എഴുത്തുകാരും നല്ല പോലെ വായിക്കുന്നവരും ഒക്കെയാണ് ഹീറോസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചതാണ് അടിപൊളി രസം എന്ന് പറയുന്നത്. ടാഗോർ തിയേറ്ററിൽ വായനാ ദിനം ചടങ്ങുകൾ ആരംഭിക്കുന്നു. ചടങ്ങുകൾ ആരംഭിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, പഴയ കളക്ടറായിരുന്ന ജയകുമാർ സാറുണ്ട്. അപ്പോൾ എല്ലാവരും വേദിയിൽ സന്നിഗ്ധരാണ്. പിണറായി വിജയൻ ഇങ്ങനെ വായിലൊരു ചുഴിയൊക്കെ ഇട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചവച്ച് ഒരു ഇപ്പോഴത്തെ ന്യൂ ജെൻ പിള്ളേരെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ എനിക്കൊന്ന് അധ്യക്ഷനാണെന്ന് തോന്നുന്നു. അദ്ദേഹം വേദിയിലേക്ക് വരുന്നു. വന്ന ഉടനെ വായനാ ദിനത്തിനെ കുറിച്ച് ഒരു വാക്കില്ല. ഈ ഇരിക്കുന്നത് ആരാണെന്നറിയാമോ? പറഞ്ഞു വരുമ്പോൾ വേറെ പലതുമാണ് പറയേണ്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ ഇരിക്കുന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, ഈ ഇരിക്കുന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇതിഹാസം, ഈ ഇരിക്കുന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വരദാനം, ഇത് നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, നമ്മൾ ഇതിനെ മുറുകെ പിടിക്കണം, നമ്മൾ ഇതിനെ വിട്ടുകളയരുത്, ഈ മുഖ്യമന്ത്രിക്ക് അപ്പുറം നമുക്കിനി ഒന്നുമില്ല. അപ്പൊ വന്നിരുന്നവരൊക്കെ ഇത് വായനാ ദിനമാണോ പിണറായി പോഴ്ത്തൽ ദിനമാണോ എന്ന് ചിന്തിച്ചു പോയി കുറച്ചു നേരത്തെങ്കിലും. അപ്പോൾ പിണറായിയുടെ ഒരു മുഖം കാണണം. നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ പറയൂലേ, എനിക്ക് പുഴത്തലൊന്നും ഇഷ്ടമല്ല, ഇന്നസെന്റ് പറയില്ലേ എൻ്റെ പുഴത്തത് എനിക്കിഷ്ടമില്ല, നിനക്കോ? എനിക്കും ഇഷ്ടമില്ല, പക്ഷെ എനിക്കിപ്പം ചെറുതായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. ആ ഒരു രംഗമാണ് പിണറായി വിജയന്റെ മുഖത്ത് തെളിഞ്ഞത്. രാഷ്ട്രീയത്തിന്റെ ലെജൻഡറി ഹീറോ ആണ് ശ്രീ പിണറായി വിജയൻ. നിങ്ങൾ കേരളത്തിന്റെ ഒരു ഗിഫ്റ്റാണ്, ഒരു വരദാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളിട്ടിരുന്ന ഒരു പോസ്റ്റിന്റെ 1-2 വരി ഇങ്ങനെയാണ്: ഇത് പായും പുലി, ഇത് പറക്കും പുലി, ഇത് അട്ടഹാസമാന പുലി, ഇത് അസൈ മുടിക്കാതെ പുലി, അസയായ പുലി. തമിഴാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാ ഇങ്ങനെ എവിടെ ചെന്നാലും പണി വാങ്ങി വെക്കും. പുഴത്തൽ എന്ന് പറഞ്ഞാൽ ഒരു 10-25 മിനിറ്റ് പിണറായിയെ മാത്രം വായനാ ദിനത്തിൽ പോയിട്ട് കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു പൊഴുത്തലായപ്പോൾ ആരോ ഒരു പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തു. പൊഴുത്തൽ നിർത്തിക്കോ, നാളെ മാപ്പറകൾ വലിച്ചു വാരി എടുത്തിട്ട് ഉടുക്കും, അതുകൊണ്ട് പൊഴുത്തൽ നിർത്തിക്കോ എന്ന് പറഞ്ഞൊരു പേപ്പർ കൊണ്ടുവന്ന് കൊടുത്ത് ആ പേപ്പർ വായിച്ച ഉടനെ മറ്റേ പൊഴുത്തിക്കൊണ്ടിരുന്ന ആളെ പിടിച്ച് വലിച്ച് നിർത്ത്, ഇനി മതി, നാണം കെടുത്തല്ലേ, അയാൾ നിർത്തുവോ? എൻ്റെ അവസാനം പറയുന്നത്, മുഖ്യമന്ത്രി എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തിനാണ് പേടി? മുഖ്യമന്ത്രിക്ക് പൊഴുത്തൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പൊഴുത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ വഴക്ക് പറയുമോ എന്നുള്ള പേടിയാണ് എനിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത, പൊഴുത്തൽ ഇഷ്ടപ്പെട്ടില്ല മുഖ്യമന്ത്രിക്ക്, അത് അസ്വസ്ഥതയെന്നോ എന്തോ പറഞ്ഞ് വാർത്ത ദേശാഭിമാനിയിലെ കൈരളിയിലുമാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ ഇതിഹാസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ പറഞ്ഞ ആൾക്കും കേട്ടോണ്ടിരുന്ന പിണറായി വിജയന് മനസ്സിലായിട്ടില്ല. വരദാനം എന്ന് പറയുന്നത്, ഈ വരദാനം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ ഈ വരദാനം എന്നൊക്കെ നമുക്ക് കിട്ടിയ വരദാനമാണ് അല്ലേ? സ്വകാര്യ അഹങ്കാരമാണ്, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. ഇവ ആനയും കടലും മോഹൻലാലിനെയും എത്ര കണ്ടാലും മലയാളികൾക്ക് മതിയാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വ്യക്തിത്വം മനസ്സിലാക്കിയല്ല, അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഓരോ ക്യാരക്ടർ അനുസരിച്ചാണ് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും വിലയിരുത്തുന്നതും. അതാ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ എത്ര അബ്ദുൽ കലാം ഇന്ത്യക്ക് കിട്ടിയ വലിയ വരദാനമാണ് അല്ലേ? അബ്ദുൽ കലാം, അങ്ങനെ എത്ര മനുഷ്യർ നമുക്ക് വേണ്ടി ജീവൻ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുത്തവർ, രക്തസാക്ഷികളായവർ, അങ്ങനെ എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ. അവരാണ് നമ്മുടെ ഇതിഹാസങ്ങൾ, നമ്മുടെ പഴയ ഇതിഹാസത്തിലേക്ക് രാജാക്കന്മാര്, നമുക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചവർ, അവരൊക്കെയാണ് നമ്മുടെ വരദാനം, നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക, നമുക്ക് വേണ്ടി എന്തും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ഇന്ത്യൻ സൈന്യം അല്ലേ? നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സൈനികരാണ്. നമ്മൾ ഇന്ന് ഈ മുഖ്യമന്ത്രി ഈ ചൂയിങ്കൻ ചവച്ച് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? മറ്റവന്മാർ വന്ന് കയറി നമ്മുടെ രാജ്യത്തെ അടിച്ചൊതുക്കി നമ്മളെയും അവന്മാരുടെ കയ്യിലാക്കിയിട്ട് കൊണ്ടുപോകാത്തത് നമ്മുടെ സൈന്യം നമുക്ക് കാവലി നിൽക്കുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റും വരദാനവും ഇതിഹാസം എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്നിട്ട് അതൊന്നും അല്ല. പിണറായി എന്ത് വരദാനമാണ്, പിണറായി വിജയൻ എന്ത് ഹീറോയാണ്.
മറ്റേ RSSന്റെ വടിവാളുകൾക്കിടയിലൂടെ നെഞ്ചു വിരിച്ചു പോയ ഒരു ചരിത്രം എനിക്കുണ്ട്, അന്ന് പേടിച്ചിട്ടില്ല. പക്ഷെ RSSകാർ പറയുന്നു അങ്ങേര് ബ്രണ്ണൻ കോളേജിൽ പഠിച്ച സമയത്ത് അവിടെ RSS ഇല്ല, ABVP എന്ന പ്രസ്ഥാനമേ ഇല്ലായിരുന്നു എന്ന് അവര് പറയുന്നു. ഇതിൽ എന്താണ് സത്യമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട് നാറി 8ന്റെ പണിയായി ഇരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ശിവൻകുട്ടി അണ്ണനുണ്ടല്ലോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറേ പിന്നെ എന്താ വായിക്കൊള്ളാത്ത കുറേ 11 മണി 11:05 പ്രസംഗം, 11:05 പ്രസിഡന്റ് വരും, 11:10 പരിപാടി തുടങ്ങും, 11:10 മറ്റേ പരിപാടിയുടെ കട്ടം വലിക്കും, 11:25 കട്ടം താക്കും, 11 വിളിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ട്രോള്. ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് ഓർക്കണം, പൊളിറ്റിക്സിനെക്കാട്ട് ബിരുദമുള്ള ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. മറ്റേ 10,000 രൂപ സമ്മാനം കിട്ടുമെന്ന് അറിയാൻ പോലെയാണ് 11:05 പ്രസിഡന്റ്, ഏത് പ്രസിഡന്റ്? ജില്ലാ പ്രസിഡന്റ്. 11:05 ജില്ലാ പ്രസിഡന്റ് പ്രസംഗിക്കും, 11:20 കട്ടം വലിക്കും, 11:30 കട്ടം താക്കും. എനിക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ്. അതിനുശേഷം പറഞ്ഞു മറ്റേ രാജ്ഭവൻ പങ്കെടുത്ത പരിപാടിയിൽ പിന്നെ പങ്കെടുക്കില്ല ഞാൻ, വിളിച്ച അവിടെ ഭാരതാംബ ഒരു സ്ത്രീ അവിടെ കാവിക്കൊടിയും പിടിച്ചിരിക്കുന്നെന്ന് ഭാരതാംബ പറയുന്നതാണ്. ഒരു സ്ത്രീ അവിടെ കാവിക്കൊടിയും പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്ന്. പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങേർക്കെതിരെ രാജ്ഭവൻ കേസെടുത്തിട്ടുണ്ട്. പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ അങ്ങേര് വയ്ക്കണം, ഞാൻ തെർമോക്കോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, എൻ്റെ വീട്ടിൽ TV വാച്ചപ്പോൾ ഒരു തെർമോക്കോൾ കിട്ടി, ഞാൻ അത് മാത്രമാണ് കണ്ടിട്ടുള്ളത്, അതിലപ്പുറം എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി പൊഴുത്തി കടലിനടി പോയിട്ട് താക്കണ ഒരു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭരണം എങ്ങോട്ടാണ്? ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. രസകരമായ കുറേ കാര്യങ്ങൾ നടക്കണം. ധന്യ അത് രസകരമായിട്ട് അവതരിപ്പിക്കുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു രസകരമായിരുന്നു. അല്ല, പൊതുവെ ഈ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിളിച്ച വെറുതെയാണ്, നിങ്ങളുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പൊതുവേ ഒരു ചൊല്ലുണ്ട്, ഈ തോറ്റു തുന്നമ്പാടി നിൽക്കുന്നവരടുത്ത് എന്ത് ചോദിച്ചാലും മിണ്ടാട്ട ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം. ഇനി ജയിക്കോ തോക്കുമോ എന്നൊരു പിടിയില്ല. പക്ഷെ ഈ പൊഴുത്തലൊന്നും ജനങ്ങൾ കൃത്യമായി സ്വീകരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് തന്നെ ചിരി വരുന്ന ഏതൊരാളെയും പുകഴ്ത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ ഒരു അർഹത വേണ്ടേ പൊഴുത്താനൊക്കെ? എന്ത് പുകഴ്ത്തലായാലും പുകഴ്ത്തിയില്ലെങ്കിലും ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് എന്താണ് എന്നത് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടൊരു പിക്ചറായിട്ടുണ്ട്. അതെ, അതെന്താണല്ലോ. മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് പത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാളെ വിലയിരുത്താൻ പറ്റുക. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല. ഞാനും തന്നെയും ഇവിടെ നിന്ന് ഇപ്പൊ സംസാരിക്കുന്ന ഈ വീഡിയോ 5 മിനിറ്റിനുള്ളിൽ യൂട്യൂബിൽ വരും. 5 മിനിറ്റിനുള്ളിൽ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ ആൾക്കാർ കണ്ടിട്ട് അതിന്റെ താഴെ കമന്റ്സ് രേഖപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അപ്പോൾ രേഖപ്പെടുത്താം. അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സംസ്കാരമാണ് നമ്മളത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ എന്ത് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും ആര് പുകഴ്ത്തിയാലും നമ്മൾ ചെയ്യുന്നത് മാത്രമേ നമുക്ക് അനുഭവിക്കാനുള്ളത് വരും. അത് അധികം വൈകാതെ വരും ചെയ്യും. അതാണ് സത്യം. അത്രേ